ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു C4cooking. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഡേറ്റ്സ് മഞ്ചൂരിയൻ എന്നുള്ള ടേസ്റ്റി ഡിഷിനെ കുറിച്ചാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കളഞ്ഞ് ചെറുതായി നുറുക്കിയ ഈന്തപ്പഴം 1 കപ്പ്, ശർക്കര പൊടിച്ചത് 1 കപ്പ്. ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് 1/2 കപ്പ്, 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി 6 അല്ലി ചെറുതായി നുറുക്കിയത്, ഇഞ്ചി ചെറിയൊരു കഷ്ണം ചെറുതാക്കി നുറുക്കിയത്, ആവശ്യത്തിന് കറിവേപ്പില, 2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഉലുവ 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, പഞ്ചസാര 1/2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കിസ്മിസും കാഷ്യൂ നട്ട്സും ചെറുതാക്കി നുറുക്കിയത് ആവശ്യത്തിന്, നല്ലെണ്ണ 3 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്. പുളിങ്ങ കുറച്ച് നേരം വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞ വെള്ളം 1/2 കപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കടുകും ഉലുവയും ഇട്ട് നന്നായിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചെറുതാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴറ്റണം. ചെറിയ തീയിലിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം കൂടി ഇത് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്ത് ചെറു തീയിൽ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ചെറു തീയിൽ വേണം ഇതെല്ലാം ചെയ്യാൻ. ഇപ്പോൾ എല്ലാതും കൂടെ നല്ല മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. ശർക്കര നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിങ്ങയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം.
എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. നേരത്തെ തന്നെ പുളിങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചത് കൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ അടി പിടിച്ചിരിക്കും. ഈ ഒരു പരുവമായാൽ നമുക്ക് തീയിൽ നിന്ന് ഇറക്കി വെക്കാം. കൂടുതൽ കുറുകുകയോ അധികം വെള്ളമാവുകയോ ചെയ്യരുത്. ചൂടാറിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കറിവേപ്പിലയും കിസ്മിസും കാഷ്യൂ നട്ട്സും കൂടി ഉപയോഗിച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഡേറ്റ്സ് മഞ്ചൂറിയൻ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.